നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി സിൽക്ക്, സോഫ്റ്റ് സിൽക്ക്, ഫങ്ഷൻ വെയർ സാരികൾ, പിന്നെ കുറച്ച് കോട്ടൺ ചുങ്കിടി പ്രിൻറ്റഡ് സാരികൾ. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നലത്തെ നെറ്റ് കോട്ട സാരികൾ അത് കാണിച്ചാൽ അതിപ്പം ഞങ്ങളുടെ ഒരു ഹിസ്റ്ററിയിൽ പറയുവാണെങ്കിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല, പബ്ലിക് എന്നുള്ളത് പ്രൈവറ്റ് ആക്കി ഇട്ടു. അതായത് വെളിയിൽ ആർക്കും കാണത്തില്ലാത്ത രീതിക്ക്. അത്രമേലായിരുന്നു അതിന് ഓർഡർ. അത് എത്ര പുകപുകാന്ന് ഇത് തീർന്നതെന്ന് നമുക്ക് പോലും അറിയത്തില്ല. അതിനകത്ത് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി. കാരണം ഈ സാരിയോടുള്ള സ്നേഹമല്ല, ആ സാരി വേണ്ടതിൻ്റെ ആവശ്യകത കൊണ്ടാണ് ഒത്തിരി പേര് വഴക്കുണ്ടാക്കി, ഒത്തിരി പേര് പിണങ്ങി, ഒത്തിരി പേര് ഇസബല്ലയെ ഡൈവോഴ്സ് ചെയ്തു, ഒത്തിരി പേരുടെ ഫോൺ കോൾസ് അറ്റൻഡ് വിളിക്കാൻ പറ്റാത്തപ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആകും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. അതിനകത്തൊരു കാര്യം, ആ ഫോണൊന്ന് കാണിച്ചാൽ ഓർഡർ എടുക്കുന്ന ഫോണൊന്ന് തരാം. ഞാൻ കേൾക്കാൻ ഇച്ചിരി സമയം എടുക്കണം കേട്ടോ, ഒന്ന് കേൾക്കണേ. എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കസ്റ്റമറുടെ ആംഗിളിൽ കൂടെ ചിന്തിക്കും. ഒരു സാധനം നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചു, കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. അത് നമ്മളൊന്ന് പറഞ്ഞതും കൂടിയാണ്. എന്നിട്ട് പിന്നെ നമ്മളതിൻ്റെ ക്യാഷ് പേയ്മെൻറ്റ് നടത്തട്ടെ എന്ന് ചോദിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ദേഷ്യം. ഇങ്ങനെ പല കാര്യങ്ങളാണ്. പിന്നെ നമ്മളിത് നിങ്ങളുടെ മെസ്സേജ് അയച്ചിട്ട് നോക്കാൻ താമസിക്കുമ്പോൾ നിങ്ങൾ കോൾ ചെയ്യും, ഇത് വേഗം കിട്ടേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് നിങ്ങളുടെ സൈഡിൽ കൂടെ നോക്കുമ്പം. പക്ഷേ ഇതിനകത്ത് ഒത്തിരി അതൊന്നും ഒരു കസ്റ്റമറുടെ ആംഗിളിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. എന്നാലും ഞാനൊന്ന് പറയുക, ഈ ഒരു സാരി, ഇതുപോലെ ചില സാരികൾ ചില ആൾക്കാർക്ക് പ്രിയങ്കരമായിട്ട്, ഇത് ഇത്രയും റേറ്റും കൂടിയല്ലേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് ഇത്രയും ആൾക്കാർക്ക് പ്രിയങ്കരമായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇത് നമ്മൾ ഫേസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു സാരി അപ്ലോഡ് ചെയ്ത് അത് ഒരു വീഡിയോ കണ്ടു തീരാൻ നേരം ആകുമ്പോൾ തൊട്ട് ഇങ്ങനെ മെസ്സേജുകളുടെ ഒരു പ്രളയമാണ്. അപ്പോൾ ഇത് നോക്കുന്ന ആൾക്കാർക്ക് ഒരു പരിധിയുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ 7 മണിക്ക് വീഡിയോ അപ്ലോഡ് 7:30 ആകുമ്പോൾ ഇത് കണ്ടു. 7:30 ആകുമ്പോൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും തിരക്കിലാണ്, നിങ്ങൾ ഇന്ന സാരി ഉണ്ടോ എന്ന് എൻക്വയറി നടത്തി. ഇന്ന സാരി ഉണ്ട്, ചിലപ്പോൾ അതിന് കുറേ താമസിച്ചായിരിക്കും റിപ്ലൈ വരുന്നത്. കാരണം നിങ്ങൾ ഏറ്റവും അടിയിൽ നിന്നുള്ളതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. അതായത് ഫസ്റ്റിൽ മെസ്സേജ് അയച്ച ആളുടെ നോക്കിയാൽ നിങ്ങളുടെ അവിടെ എത്തുള്ളൂ. ആ താമസിക്കുന്ന സമയത്ത് നിങ്ങൾ ചടന്ന് ഫോൺ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഫോൺ എടുക്കത്തില്ല. ഒരു ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു 10 മെസ്സേജിന് റിപ്ലൈ കൊടുക്കേണ്ട സമയം പോകും. അതുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്താൽ തന്നെ നമ്മൾ വാട്സപ്പ് കോള് അല്ലെങ്കിൽ ഒരു കോളും അറ്റൻഡ് ചെയ്യത്തില്ല. ഇതുവഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ. പല ആൾക്കാരാണിത് ഓർഡർ എടുക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് വാട്സപ്പ് കോൾ ഇല്ലാത്തത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് പാനിക്കാവും, നിങ്ങൾക്ക് ദേഷ്യം വരും. അങ്ങനെ ഒരു കാര്യം. പിന്നെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ കാണിക്കാവേ, ഒത്തിരി സൂം ചെയ്യേണ്ട നമ്പരും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇതുകൊണ്ട് ഇപ്പം മെസ്സേജുകൾ വന്ന് കിടക്കുന്നത് ഇങ്ങനെ ഈ കിടക്കുന്ന മുഴുവൻ നമ്പറുകളാണ്. ഇതിപ്പം ഇന്നലത്തെ തീർന്നിട്ടില്ല. ഇതുണ്ടോ, ഇവിടെയും വന്ന് ടെസ്റ്റർ ഡേയിലെ കിടക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ കിടക്കുക ഉണ്ടോ, ഇത് മൊത്തം അങ്ങനെ കിടക്കുക. അപ്പം നിങ്ങൾ ഒരാൾ നോക്കുമ്പോൾ നിങ്ങളുടെ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ മാത്രം ആണ്. പക്ഷേ നമ്മൾ അത്രയോ കണക്കിന് ആൾക്കാരെയാണ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ വന്നു ഒരു സാരി വേണമെന്ന് പറഞ്ഞു, ആരാന്നോ എന്താന്നോ അവിടെ അഡ്രസ്സോ ഒന്നും കാര്യം, നമ്മൾ ആ നമ്പർ ചോദിച്ചു, സാരി ഏതാണ്, അതുണ്ടോ, അത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ലിസ്റ്റും കൂടെ എടുത്ത് വയ്ക്കേണ്ടതായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു ബുക്കിൽ നമ്പർ എഴുതി വെച്ചിരിക്കുക, ഒരു പ്രിൻ്റഡ് ആദ്യത്തേൽ ഇത് നോക്കിയിട്ട് ഇത്ര നമ്പർ സാരി എത്ര എണ്ണം കൂടി സ്റ്റോക്ക് ഉണ്ട്, വേണ്ട എത്ര എണ്ണം കൂടി സ്റ്റോക്ക് ഉണ്ട് എന്ന് നോക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കസ്റ്റമർ ആരാന്നോ, നമ്മളുടെ സ്ഥിരം കസ്റ്റമറാണോ, പുതിയ കസ്റ്റമർ, ഇതൊന്നും നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കത്തില്ല. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഇത്രയും പർച്ചേസ് ചെയ്ത ആളല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വിളിച്ചിട്ട് ഇവർ ഫോൺ എടുക്കുന്നില്ലല്ലോ, ഇതെന്താ ഇവർ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഓർക്കും. ഈയിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം, ഒരാൾ 7:30 ആയപ്പോൾ സാരി വേണമെന്ന് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ 9 മണിക്ക് പൈസ ഇടാൻ വന്നപ്പോൾ സാധനം ഇല്ല. സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. പക്ഷെ നമ്മളിത് നോക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയില്ല, അക്കൗണ്ടിൽ ക്യാഷ് വന്നാൽ മാത്രമേ ഇത് ബുക്കായിട്ട് കൺസിഡർ ആകും. കാരണം അക്കൗണ്ടിൽ ക്യാഷ് വന്നെന്ന് കണ്ടാൽ അന്നേരം അവരുടെ അഡ്രസ്സും ആ ഒരു പർട്ടിക്കുലർ ഐറ്റവും കൂടെ നമ്മൾ പ്രസ് ചെയ്ത് വേറൊരു നമ്പറിലേക്ക് അയക്കും. അത് ഡെസ്പാച്ച് ചെയ്യുന്നിടത്തെ നമ്പർ, ആ നമ്പറിൽ നിന്നാണ് നിങ്ങളുടെ ഡെസ്പാച്ച് മുഴുവൻ നടക്കുന്നത്. ഡെസ്പാച്ചിലേക്ക് അയച്ചാലേ ആ സാധനം ബുക്ക്ഡായിട്ട് കൂട്ടുകയുള്ളൂ. അപ്പം അല്ലാതെ ഒരു കസ്റ്റമർ ഇത് പറഞ്ഞു, ഇത്രയും പേരെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് അയ്യോ ഒരു കസ്റ്റമർ ഇന്ന സാരി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കമ്പ്യൂട്ടർ അല്ലല്ലോ.
മെഷീൻസ് അല്ലല്ലോ, മനുഷ്യരല്ലേ. അങ്ങനെ സംഭവിക്കുന്നതാ. അല്ലാതെ ഇത് നമ്മൾ വിൽക്കാൻ വേണ്ടി തന്നെ വെച്ചിരിക്കുന്ന സാധനമല്ലേ. ആരോടും ബോധപൂർവം നമുക്ക് നിങ്ങളെ ആരും അറിയത്തില്ല. പേഴ്സണലി വളരെ കുറച്ച് കസ്റ്റമേഴ്സിനെ നമുക്കറിയാം. പക്ഷേ ഈ അയക്കുന്ന അവരാണോ എന്ന് പോലും നമ്മൾ അറിയാറില്ല. നമ്മുടെ ഡെയിലി സാരി വാങ്ങിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ പോലും നമ്മളത് അറിയാറില്ല, ആരും ശ്രദ്ധിക്കാറില്ല. എന്നുവെച്ചാൽ സേവ് ചെയ്തിട്ടില്ലോ നമ്പറുകളെല്ലാം. അപ്പം നമ്മൾ അങ്ങനെ നോക്കി തരാതിരിക്കേണ്ട കാര്യമില്ല. പൂർവ്വവൈരാഗ്യങ്ങളൊന്നുമില്ല, ഒരു ദേഷ്യമില്ല, ഇല്ലാതായി പോയിട്ടാണ്. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ക്യാഷ് അടച്ച് ബുക്ക് ചെയ്യുക. പിന്നീടെന്ന് പറഞ്ഞു വരും ഏറ്റവും അവസാനം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട കാര്യം ആൾക്കാരുടെ ഞാൻ പറഞ്ഞു എനിക്ക് കരച്ചിലും കൂടെ വന്നു. 350 രൂപയ്ക്ക് വേണ്ടി ആൾക്കാരുടെ പരിഭവവും പരാതിയും എന്തൊരു കഷ്ടമാണ് ഇത് വേണ്ടായിരുന്നു, ഈ പണിക്ക് പോകണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. ഈ ഒരു സാരിക്ക് വേണ്ടിയിട്ട്, ഈ 350 രൂപയുടെ സാരിക്ക് നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള ലാഭം അതിനകത്തുള്ളു തരും. എന്തിനാണെന്ന് ഞാൻ ആവർത്തി ഞാൻ തന്നെ എന്നിട്ട് ഇത് പ്രൈവറ്റ് ആക്കിയേക്കാൻ പറഞ്ഞു. കാരണം ഇതെന്തുവാ ഇത്ര പെട്ടെന്ന് തീർന്നോ, ഇത്ര നേരം അല്ലേ അയാൾ വീഡിയോ ഇട്ടിട്ട് എൻ്റെ പൊന്നെ ഞാൻ പറഞ്ഞതല്ലേ. ഇങ്ങനെയുള്ള 100 പരിഭവങ്ങളാണ് നിങ്ങൾ ദേഷ്യപ്പെട്ടായിരിക്കാം പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു അതിന് പിന്നിലെ ഒരു ഛേദോവികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇസബല്ലയ്ക്ക് വേണ്ടി ആരോടെങ്കിലും പലരുടെ കോളുകൾ അറ്റൻഡ് ചെയ്തില്ല. ഞാൻ തന്നെ ഇടയ്ക്ക് ഇടപെട്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. സാരി കിട്ടാൻ വേണ്ടിയിട്ട് വിളിച്ച് ഇതിൻ്റെ കഥകൾ ചോദിച്ചു വരുമ്പോഴത്തേന് ആ സാരി തീരും. അതാണ് പ്രശ്നം. അതങ്ങനാണോ, അതിങ്ങനാണോ, അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ആ സാരിയും കൂടെ ഉണ്ടോ, ഈ സാരി ചോദിച്ചിട്ട് ഇവരാദ്യം ചോദിച്ച സാരിയല്ല, അന്നേരം തീർന്നുകൊണ്ടിരിക്കുക. അത് പറയാൻ പോലും നമുക്ക് സാവകാശമില്ല. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ ഇതാണെന്നൊന്നും പറയാൻ ആരും അങ്ങനെയൊന്നും വിചാരിക്കരുത്. അങ്ങനല്ല, ഇത് നിങ്ങളുടെ ഒരു പിണക്കം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു ദേഷ്യം, അതിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല ഞങ്ങൾ വലിയ ബഡാ ഓൺലൈൻകാരാണോ, ഓൺലൈൻ സെയിൽ നടത്തുന്നവരാണോ അങ്ങനെയൊന്നും അറിയിക്കാനോ അങ്ങനെ ഹൈപ്പ്. ഇത് ജെനുവിൻലി എൻ്റെ ഹേർട്ടിൽ നിന്ന് വരുന്ന ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, ബോധപൂർവ്വമല്ല. ഇത് ബുക്ക് ചെയ്യാനിരിക്കുന്നവർ അത്രയും ഫേസ് ചെയ്യുന്നുണ്ട്. അവർ മാക്സിമം തരാൻ തന്നെ ശ്രമിക്കും. കാരണം നമ്മളിത് തരാനല്ലേ മേടിച്ച് വെച്ചിരിക്കുന്നത്, പിന്നെ എന്താണ് തരാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു കാരണവശാലും നമ്മൾ ആരെന്ന് നോക്കിയിട്ടൊന്നും കൊടുക്കാതിരിക്കലും ഒന്നുമില്ല. ദേഷ്യം വന്നോ? ഇതും കൂടെ കേട്ടപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടാവും അല്ലേ? മനുഷ്യർക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന ദേഷ്യമാണ്. എല്ലാവർക്കും പെട്ടെന്ന് ദേഷ്യം, അതിനൊന്നും ചിന്തിക്കാൻ ആർക്കും പറ്റത്തില്ല. എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ദേഷ്യം. അതൊക്കെ പോട്ടെ. നമുക്കിന്ന് അതുകൊണ്ട് തന്നെ നെക്കോട്ടയുടെ വേറൊരു സാരി വന്നിട്ടുണ്ട്. ഞാനത് തൽക്കാലം കാണിക്കാൻ പഠിച്ചു നിൽക്കുക. ഇന്ന് അത് ഇടാനിരുന്നു, ആ വീഡിയോ ഇടാനിരുന്നു. നെക്കോട്ട ഇത് തന്നെ സാരി ഈ റേറ്റുമായിട്ട് ഏകദേശം 380 390 അത് വന്നിട്ടുണ്ട്. കാണിക്കുന്നില്ല എന്ന് പറയാം. ഇതിൻ്റെ ഷോക്കും ആഘാതം ഒന്ന് തീരട്ടെ. എനിക്ക് ഈ പിണങ്ങിയൊക്കെ പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യം. അതുപോലെ ആരാണ്ട് പറയും എന്നെ പൊക്കി പറഞ്ഞാൽ മാത്രമേ പൊക്കി പറഞ്ഞില്ലെങ്കിൽ റിമൂവ് ചെയ്യുമെന്ന്. നെഗറ്റീവ്സ് പറയുന്നവരെ ആർക്കാണ് ഇഷ്ടം? പൊക്കി പറയണമെന്നൊന്നും ഞാനിവിടെ എൻ്റെ പൊന്നപ്പ കോമഡിക്ക് പറയില്ലേ, നല്ല മാത്രം കമൻ്റ് അയച്ചാൽ മതിയേ എന്ന് പറയല്ലേ. അതൊക്കെ ഞാൻ നിങ്ങളോടുള്ള സ്വാതന്ത്ര്യം കൂടുതൽ കൊണ്ടോ എന്തോ ഒരു അടുപ്പമാണ് എനിക്ക്. എന്നോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയുന്നതാ, ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളും ഈ എഴുതിയ കമൻ്റാണോ മെസ്സേജാണോ ഏതാണ്ട് സാധനമായിരുന്നു, എന്നെ ഞാൻ ഓർക്കുന്നില്ല. അത് വന്ന ആൾക്ക് തന്നെ ഇഷ്ടമാണോ? ആവശ്യമില്ലാതെ ഈ കുറ്റം എന്നെ സജഷനാണെന്നും പറഞ്ഞ് നല്ല സജഷൻ പറഞ്ഞാൽ 100% നമ്മൾ അംഗീകരിക്കും. പക്ഷേ സജഷൻ ആണെന്നും പറഞ്ഞ് ബഹുജനം പലവിധം എന്തേലും ആട്ടെ. പിന്നെ ഈ പറഞ്ഞ പോലെ സെയിൽ നടക്കാതിരുന്നതിലോ ഒന്നും എനിക്കൊരു സെയിൽ നടക്കാതിരുന്നില്ല. മുഴുവൻ സാരിയും തീർന്നു. 7ാം നമ്പർ സാരിയിൽ 1 2 അല്ലേ അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഫുള്ള് തീർന്നു. ഇന്ന് രാവിലെ ഏകദേശം രാവിലെ തന്നെ തീർന്നു. 3-4 കൂടെ കൊണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഫങ്ഷൻ വെയർ സാരിയാണിത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇപ്പം നമ്മളെപ്പോഴും കാണുന്നത് ഈ ബോഡിയിൽ പ്ലെയിൻ വന്നിട്ട് അങ്ങനെ ഒരു സാരിയാണല്ലോ. ഇത് നോക്ക്, ഇത് ബോഡിയിൽ ഇങ്ങനെ ഒരു ഡോട്ട് പോലെ ഇതെല്ലാം വീവ് ചെയ്തിരിക്കുന്ന മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇതിൻ്റെ റേറ്റും ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ്. താഴത്തെ ബോർഡർ ഇങ്ങനെ നമുക്ക് നല്ല വില കൂടിയ സെമി സിൽക്ക് സാരികൾ കൊടുക്കുന്ന പോലെ നല്ലതായിട്ട് നല്ല ഞൊറിഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സാരിയാണ്. മുന്താണി കാണിച്ചോ? മുന്താണി വന്നിട്ട് ഇങ്ങനെ കോപ്പർ പട്ട് എന്നാണ് ഇതിന് പറയുന്നത്. കോപ്പർ പട്ട് അങ്ങനെ ഒരു പേരിലാണ് ഇത് വരുന്നത്. കോപ്പർ പട്ട് സാരി എന്നാണ് സിൽക്ക് സാരി. അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതിപ്പോൾ വന്നിട്ട് ഒരു ടീൽ ബ്ലൂ മിക്സഡ് ആയിട്ടുള്ള ടീൽ ബ്ലൂ സഫയർ ഗ്രീനൊക്കെ മിക്സഡ് ആയിട്ടുള്ള ഒരു കളറ്. മുന്താണിക്കും ബോർഡറിനും വന്നിട്ടുള്ള ഡാർക്ക് പർപ്പിള്. ബ്ലൗസ് ഇങ്ങനെ
ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഫിലിം ആക്ട്രസ് ഭാവന ഉടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടോ. ഈ സാരി ഉടുത്താൽ ഇങ്ങനെ ഇരിക്കും. ഭയങ്കര സോഫ്റ്റാണ്, സോഫ്റ്റ് സിൽക്കാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇതിൻ്റെ ഏകദേശം 6-7 കളറുണ്ട്. നല്ല മുന്താണിയാണ്. 925 രൂപയാണ് റേറ്റ്. നല്ല സോഫ്റ്റാണ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിൻ്റെ മുന്താണിയൊക്കെ ഇത് കണ്ടോ, നല്ല സാരിയല്ല, ടാസിലും എല്ലാം പിടിപ്പിച്ച്. ഇതിൻ്റെ അടുത്ത കളർ എന്ന് പറയുന്നത് നേരെ തിരിച്ച് ഡാർക്ക് പർപ്പിള് ബോഡിക്ക് വരും. മുന്താണി അല്ല, ബോർഡർ തിരിച്ച് ഏതാ ബ്ലൂ. കണ്ടോ, ഒരു കാണിച്ച് നേരെ തിരിച്ചു വന്നു. ഇത് ബ്ലൂ ഇവിടെ വന്നു, ഇവിടെ ഡാർക്ക് പർപ്പിൾ വന്നു, ബോർഡറിലും ആ ഒരു ബ്ലൂ വന്നു. ആ ഒരു ഡോട്ട് എന്ന് പറയുന്ന ഒരു പുതിയ മോഡലായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഡോട്ട് ബോഡി നമുക്കുള്ള ഒരു ഡോട്ട് പോലെ വന്നിട്ട് ഒരു ചെറിയൊരു പ്രിൻറ്റും ഒക്കെ ആയിട്ട് നല്ല പാർട്ടി ടച്ച് തരും. നല്ലൊരു എന്താ പറയുക, നല്ലൊരു പാർട്ടി ടച്ച് തരും. അതിൻ്റെ റേറ്റ് വെച്ച് നോക്കും. ഇത്രയും വീവ് ചെയ്തെടുക്കുന്നതല്ലേ ഇത്. മുന്താണിയല്ലോ, മുന്താണി. ബ്ലൗസ് ഇങ്ങനെ. ബ്ലൗസിൻ്റെ കൈക്കുള്ള ബോർഡറിന് നല്ല വീതിയുണ്ട്. അത് നമുക്ക് ഇഷ്ടം പോലെ കൂട്ടിയോ കുറച്ചോ ഒക്കെ തയ്ക്കാം. അടുത്തത് യെല്ലോ ആൻഡ് ഗ്രീൻ. എല്ലാവരുടെയും ഫേവററ്റ് കളറുകളിൽ ഒന്നാണ് യെല്ലോ ആൻഡ് ഗ്രീൻ. കണ്ടോ, ഇത് കാണിച്ച്. നല്ല മുന്താണി കേട്ടോ. മുന്താണിയുടെ വീവിങ് നമ്മൾ സമ്മതിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. നല്ല ഭംഗിയാണ്. കണ്ടോ, നല്ല യെല്ലോ, നല്ല മസ്റ്റാർഡ് യെല്ലോ, മസ്റ്റാർഡ് മാമ്പഴം മിക്സ് ആയിട്ടുള്ള യെല്ലോ, നല്ല ഗ്രീനും, നല്ലൊരു സൈസ് ഗ്രീനും, ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാം അല്ലേ. ബോഡിയെ കൂടെ ഒരു സിൽവറിൻ്റെ ഒക്കെ കൂടി സിൽവറി എല്ലാം കൂടെ എല്ലാം കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു വീവിങ്ങാണ് വീവിങ്ങും പ്രിൻറ്റും എല്ലാം ഡിസൈനും എല്ലാം പോയിരിക്കുന്നത്. ബ്ലൗസ് ഗ്രീന്, അന്നത്തെ ബോർഡർ കൈക്ക് വെക്കാനായിട്ട് ബോർഡറുമായിട്ട്. ഇത് ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ. ഏത് കളറും നല്ലതാണ്, എല്ലാം നല്ല പാർട്ടി ടച്ചുള്ള കളറുകളാണ്. ഒത്തിരി കൂടിയ സാരിയുടെ ഒന്നും പുറകെ പോകണ്ട. നല്ല സ്റ്റഫുമാണ്, നല്ല കൂടിയ സാരിക്ക് വരുന്നത്. നമ്മളിപ്പം എന്നാ പറയുന്നത് 3000-4000 റേഞ്ചിലൊക്കെ ഉള്ള സാരികൾ എടുക്കുമ്പം കിട്ടുന്ന ഒരു ഇത്. എന്താണ് ഇത്, ഡാർക്ക് മെറൂൺ വിത്ത് ഗ്രീൻ. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് ഈ ഒരു മെറൂണിൻ്റെ അതേ ഷെയ്ഡ്. കണ്ടോ, ഉടുത്ത് വെക്കാനൊക്കെ എളുപ്പം. ഇതിപ്പോൾ ഇതിനകത്തൊരു പേപ്പറുണ്ട്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന 2-3 ലെയറായിട്ടാണ്. അതും കൂടെ കൊണ്ടാണ് കേട്ടോ. ഭയങ്കര കനം തോന്നിക്കും. ഭയങ്കരമായിട്ട് സോഫ്റ്റായത് കണ്ടോ, സോഫ്റ്റ് സിൽക്ക്. അടുത്തത് ഇതേ ഇത് കണ്ടോ, നേവി ബ്ലൂ വിത്ത് ഡാർക്ക് മെറൂൺ. പാളി മുന്താണി അനുസരണ കെട്ട് ചാടിപ്പോയി. എന്നാ പറയാ, ആ പേപ്പർ അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ടേ ഭയങ്കര തെന്നി പോവും. അകത്ത് പേപ്പറാണേ കേട്ടോ. ഒച്ച കേൾക്കുന്നത് കേട്ടോ. മുന്താണി കാണിച്ചേ, രസമല്ലേ മുന്താണി. മുന്താണിയുടെ ഡിസൈന് നല്ല ഭംഗിയാണ്. കോപ്പറാണ്, ഗോൾഡല്ല കോപ്പറാണ്. അതാണ് കോപ്പർ സാരി എന്ന് പറയുന്നത്. നേവി ബ്ലൂവും സിൽവറും എല്ലാം കൂടെ കൂടിയ ഒരു സാരി. റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഒക്കെ വീവ് ചെയ്തെടുക്കണമെങ്കിലേ അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അടുത്തത് ഇത്
പീക്കോക്ക് ബ്ലൂ വിത്ത് നേവി ബ്ലൂ. നല്ല രസമല്ലേ, കണ്ടോ? എന്താണ് ഇത്? ബ്ലൗസ് പീക്കോക്ക് ബ്ലൂ പ്ലെയിൻ, എന്നിട്ട് കയ്യിൽ ബോർഡറുമായിട്ട്. സഫയർ ഗ്രീൻ, ഈ പേപ്പർ അങ്ങ് എടുത്താൽ മതിയായിരുന്നു അല്ലേ. ഇതുണ്ടോ, ഇവിടെ പർപ്പിൾ, സഫയർ ഗ്രീൻ വിത്ത് സഫയർ ഗ്രീൻ എന്ന് പറയാം അല്ലേ, അതിൻ്റെ ഒരു കോമ്പിനേഷൻ, ആ ഒരു ഷെയ്ഡ് വിത്ത് പർപ്പിൾ ബോർഡറും പർപ്പിൾ മുന്താണി. പിങ്ക് 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 നല്ല അടിപൊളി കളറായിട്ട് നിൽക്കുന്ന, നല്ല ഇപ്പം നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇതുള്ള പ്രാധാന്യമുള്ള ഫങ്ഷനുകൾക്കൊക്കെ പോകാൻ സൂപ്പറാണ്. റേറ്റ് അധികം മുടക്കാൻ വേണ്ട. സാരി അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടുള്ള സാരിയാണ്, നല്ല ഗ്രാൻഡായിട്ടുള്ള സാരിയാണ്. അങ്ങ് തീരെ കുറഞ്ഞൊന്നും പോകത്തില്ല. നമ്മൾ ഇച്ചിരി അയ്യോ എൻ്റെ പകുതി ഇച്ചിരി കുറഞ്ഞു പോയോ എന്നൊക്കെ തോന്നൂലോ, അങ്ങനെയൊന്നും തോന്നത്തില്ല. ഇത് നമ്മുടെ സാധാ ചുങ്കിടി കോട്ടൺ, ചുങ്കിടി പ്രിൻ്റ് കോട്ടൺ സാരി, പ്യുവർ കോട്ടൺ സാരി. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സാരിയാണ്. എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല, മിക്കവർക്കും ഇഷ്ടമുള്ളൊരു സാധനമല്ലേ ചുങ്കിടി പ്രിൻ്റ്. നല്ലൊരു വേറൊരു ലുക്കാണ് അല്ലേ ചുങ്കിടി ഇട്ട് കഴിഞ്ഞാൽ, ആ ഒരു ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു മലയാളി ലുക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇത് എന്തോ ഒരു സംഭവം ഉണ്ട്. നല്ല ഭംഗിയാണ്, നല്ല പ്യുവർ കോട്ടണുമാണ്. അറിയാമല്ലോ ഇങ്ങനത്തെ സാരി. മസ്റ്റാർഡ് യെല്ലോ വിത്ത് ഗ്രീൻ ആദ്യത്തെ കളർ. ഇത് എന്താണ് ഇങ്ങനെ സിമ്പിൾ ബട്ട് സൂപ്പർ. വിത്ത് ബ്ലൗസ് ആണോ വിത്തൗട്ട് ബ്ലൗസ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ബ്ലൗസ് ആണോ അതോ ഇത് തന്നെയാണോ, സെയിം ആണോ? ബ്ലൗസ് ഇല്ലേ? അടുത്തത് ഇതേ ഈ ഒരു ഷെയ്ഡ് ഇതുണ്ടോ, ഒരു തവിട്ട കളർ, അടയ്ക്കാടെയൊക്കെ കളറില്ലേ അതിൻ്റെ ഡാർക്കും ബോഡിക്ക് ഈ ഒരു മെറൂൺ. സിമ്പിൾ സാരിയാണ്, പക്ഷെ ഉടുത്ത് വെച്ചാൽ നല്ല ഭംഗിയാണ്, സുഖമാണ്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയാം. അതിൻ്റെ മസ്റ്റാർഡ് യെല്ലോ വിത്ത് ഗ്രീനാണ് മുമ്പേ കണ്ട, ഇപ്പം മസ്റ്റാർഡ് യെല്ലോ വിത്ത് മെറൂൺ. എന്നാ രസമല്ലേ. എനിക്ക് ഈ മെറൂൺ ഇങ്ങനെ ഈ കോമ്പിനേഷൻ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ലല്ലേ. മുന്താണി കാണിക്കണ്ടാലോ? ഒന്നുമില്ല, ഈ ഒരു മെറൂൺ വന്നിട്ട് ചുമ്മാ ലൈൻസ്. ഇത് മസ്റ്റാർഡ് യെല്ലോ വിത്ത് റെഡ്, റെഡല്ല റെഡിഷ് മെറൂൺ, ചില്ലി റെഡ് എന്നൊക്കെ പറയും. ഒന്നുകൂടെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ ട്രഡീഷണൽ രീതിക്ക് ഒരുങ്ങണം. ഇങ്ങനത്തെ വിളിച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും. ഒരു സൈസ് ഒരു ബേജ് കളർ വിത്ത് ഡാർക്ക് മെറൂൺ. ഞാൻ ചുമ്മാ ഒരു വെറൈറ്റിക്ക് കാണിച്ചാൽ കേട്ടോ. കോട്ടൺ സാരികൾക്ക് ഇപ്പം ഭയങ്കര ചൂടല്ലേ, എന്നാ ചൂടല്ലേ. അപ്പോൾ ഇങ്ങനത്തെ സാരിയൊക്കെ ഡെയിലി പോകുന്നവർക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ്. അത്രേ ഉള്ളൂ. ഇതിൻ്റെ വിലയുണ്ടല്ലോ, അറിയാലോ അല്ലേ, അറിയാമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നെറ്റ് കോട്ട സാരികൾ കിട്ടാത്തവർ നമ്മളോട് സദയം ക്ഷമിക്കുക. റീസ്റ്റോക്ക് വരുമോ എന്നൊരു 10,000 മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ വലിയ ആൾ കളിച്ച് പറയുന്നല്ല കേട്ടോ, അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത്. ഇത് വലിയ എന്തോ സംഭവമായിട്ട് പറയും, അങ്ങനെയൊന്നും അല്ല. റീസ്റ്റോക്ക് വരുത്തണമെന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ ചുമ്മാ എല്ലാവരും ഈ പിണങ്ങാനും നമ്മളോട് മുഷിയാനും ഒക്കെ വരുമ്പോഴേ പിന്നെ ചിലരെ നമുക്കൊരു വിധത്തിൽ സംതൃപ്തിപ്പെടുത്തി നിർത്താൻ പറ്റത്തില്ല. അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ എങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പാർട്ട് ഓഫ് ദ ഗെയിം. അങ്ങനെയൊക്കെ ചിലർ പോകും, ചിലർ വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും സാരമുള്ള കാര്യങ്ങളല്ല. എന്നാലും ഒരു ചുമ്മാ മുഷിങ്ങി സംസാരിക്കുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.
താങ്ക് യു.